നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്, സാഹിത്യ PSC അക്കാഡമിയുടെ ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഗണിതം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഒരു കണക്കൂട്ടലുകളില്ലാതെ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ PSCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ലെവലിലുള്ള എല്ലാ വിഷയങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കണക്ക്. കണക്കില്ലാതെ നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ പറ്റത്തില്ല. ഒരു 20 ക്വസ്റ്റ്യനുകളോളം നിങ്ങൾക്ക് മാത്സിനകത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യനുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്കുകളിൽ ഒത്തിരി മുന്നിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം ബാക്കിയുള്ളവരെക്കാളിലൊക്കെ ഒത്തിരി മുന്നിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിനാൽ നമ്മൾ കണക്കിൻ്റെ അടിസ്ഥാനം മുതലേ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. അടിസ്ഥാനമില്ലാതെ ഒരിക്കലും കണക്കിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ പറ്റത്തില്ല. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് കാണാതെ പഠിച്ച് മുന്നിലേക്ക് പോകാൻ പറ്റും. അതേസമയം ഗണിതത്തിൽ നമുക്ക് മുന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിച്ചാലേ മുന്നിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായി ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു മോഡൽ മാത്രം കാണിച്ചു തരാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ആ മോഡലിലുള്ള പല പല ക്വസ്റ്റ്യനുകൾ ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ വീട്ടിലിരുന്ന് ഇതേപടിയുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ ആ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ കണക്ക് ആർക്കും ഒരു പാടായിട്ട് വരത്തില്ല. കണക്ക് വളരെ സിമ്പിളായിട്ടപ്പം മാറും. അപ്പോൾ അതിനാൽ നമുക്ക് ഗണിതത്തിൻ്റെ ബേസിക് ലെവൽ മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം ഗണിതം നിങ്ങൾക്ക് മാത്സ് അല്ലെങ്കിൽ ഗണിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്താ നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്നത്? ആദ്യം നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മളെല്ലാം എവിടെ പഠിച്ചു തുടങ്ങിയത്? നമ്മൾ സംഖ്യകളിലല്ലേ നമ്മൾ തുടങ്ങിയത്. അപ്പം ആദ്യം നമ്മൾ 1, 2, 3, 4 ഇങ്ങനെ സംഖ്യകളിൽ നമ്മൾ തുടങ്ങി. അപ്പോൾ ഈ സംഖ്യകൾ എത്ര തരത്തിലുണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. സംഖ്യകൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സംഖ്യകളാണ്. അപ്പോൾ സംഖ്യകളെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ സംഖ്യാസമ്പ്രദായങ്ങളെക്കുറിച്ച് പഠിക്കണം. സംഖ്യാസമ്പ്രദായം. സംഖ്യകളെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം സംഖ്യാസമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാം. പ്രധാനമായിട്ടും 3 രീതിയിലുള്ള സംഖ്യാസമ്പ്രദായങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഡെസിമൽ സിസ്റ്റം. അല്ലെങ്കിൽ ഡെസിമൽ സമ്പ്രദായം എന്ന് പറയും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ബൈനറി സിസ്റ്റം അല്ലെങ്കിൽ ബൈനറി സമ്പ്രദായം എന്ന് പറയും. മൂന്നാമത്തത് റോമൻ സിസ്റ്റം. ഇങ്ങനെ 3 രീതിയിലുള്ള സംഖ്യാസമ്പ്രദായങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ഡെസിമൽ സിസ്റ്റം. എന്തുവാ ഡെസിമൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് നമ്മൾ ബാക്കിയുള്ള എല്ലാ സംഖ്യകളെയും എഴുതി പോകുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാ ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. അത് മൊത്തം എത്ര നമ്പറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? 10 നമ്പറുകളാണ്. ഈ 10 നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ബാക്കി എല്ലാ നമ്പറുകളെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെസിമൽ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ഡെസിമൽ സിസ്റ്റം. ഇതിലൊക്കെ ഒത്തിരി പഴയ കാലത്തുണ്ടായിരുന്ന സിസ്റ്റമാണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് 1, 0 എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനറി സിസ്റ്റം എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് റോമൻ ന്യൂമറൽ സിസ്റ്റം എന്ന് പറയും. റോമൻ ന്യൂമറൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1, 5, 10, 50, 100, 500, 1000 ഇങ്ങനെ 7 നമ്പറുകൾ. 1, 2, 3, 4, 5, 6, 7 ഈ 7 നമ്പറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്പറുകൾ ക്രിയേറ്റ് ചെയ്യും. ആ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോമൻ ന്യൂമറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ 3
നമ്മൾ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കണം. ഇതറിയാതെ നമ്മൾ നമ്പറുകൾ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. എവിടുന്ന ഏതാ നമ്മൾ പഠിക്കുന്നതെന്ന് ആദ്യം നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. ഇത് പലരും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും എന്താ നമ്പർ സിസ്റ്റം എന്ന്. നിങ്ങൾ 1, 2, 3, 4 എന്ന് പഠിച്ച് പോയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ ആദ്യമായിട്ടായിരിക്കും പലരും കേൾക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് പഠിക്കുക. ഇത് പഠിച്ച് അടുത്ത ഇനി നമ്പറുകളെക്കുറിച്ച് പഠിക്കുന്നു. നമ്പറുകളെക്കുറിച്ച് പഠിച്ചിട്ട് പിന്നെ നമ്പറുകൾ വെച്ചിട്ടുള്ള ക്രിയകളെക്കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു ഘട്ടം ഘട്ടമായിട്ട് ഇത് മുന്നിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് കണക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമുക്ക് അവസാന ക്ലാസ് കണ്ടെത്തി നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കത്തെ ക്ലാസ് നമുക്ക് കണ്ട് പഠിക്കാം, അങ്ങനെയൊന്നും വിചാരിച്ച് നിങ്ങൾക്ക് നടക്കത്തില്ല. നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഗണിതത്തെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് മാർക്കുകൾ കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെ സംഖ്യാസമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞേ. ഒന്നും കൂടെ നമുക്ക് ആ സംഖ്യാസമ്പ്രദായത്തെക്കുറിച്ച് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അപ്പം സംഖ്യാസമ്പ്രദായം പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഒന്നാമത്തത് ഡെസിമൽ സിസ്റ്റം. ഡെസിമൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള 10 സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ളതും. രണ്ടാമത്തത് ബൈനറി സിസ്റ്റം, 1 മുതൽ 0 വരെയുള്ള 2 സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ളൂ. മൂന്നാമത്തത് റോമൻ സിസ്റ്റം. റോമൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 5, 10, 50, 100, 500, 1000 ഇങ്ങനെ 7 ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള രീതിയാണ് എന്ന് പറയുന്നത് റോമൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് സംഖ്യകളെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റോമൻ സിസ്റ്റം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കഥകളെക്കുറിച്ച് പറയാം. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ വാരി നമ്മൾ മുന്നിലേക്ക് വിളമ്പിയിട്ട് കഥയില്ല. നിങ്ങൾ എല്ലാം അതിനൊരു രീതിയായിട്ട് നമ്മൾ പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയുന്ന പോലെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് മുന്നിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ PSCയുടെ ഒരു 20% ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാത്സിൻ്റെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചോണം. 20 മാർക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ള വിഷയം പോലെ ബാക്കിയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് സംശയം വരും, ഇതാണോ ആൻസർ അതാണോ ആൻസർ അങ്ങനെ സംശയം. പക്ഷേ കണക്കിന് അങ്ങനല്ല, കൃത്യമായിട്ട് നമുക്ക് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ചെയ്ത് നോക്കി നമുക്ക് ആൻസർ കിട്ടുന്നതാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് മെമ്മറി പവറോ അതൊന്നുമല്ല കാര്യം, നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് പഠിച്ച് മുന്നിലേക്ക് പോവുക. അപ്പം ബാക്കി ചാപ്റ്ററുകളായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം.